Hi dear friends, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അറേബ്യൻ ഡിഷായ ബുഖാരി റൈസിന്റെ റെസിപ്പിയുമായിട്ടാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. ഞാനിത് കുക്കറിലാണ് ചെയ്യുന്നത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെങ്കിലും കഴിക്കാൻ വളരെ ടേസ്റ്റിയാണിത്. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ഒരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കാം. ഞാനിത് ഫുൾ ചിക്കനായിട്ടാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു മസാലക്കൂട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും. ഇതൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കണം. 8 അല്ലി വെളുത്തുള്ളി 3 പച്ചമുളകുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അധികം പേസ്റ്റ് പോലെ അരച്ചെടുക്കൊന്നും വേണ്ട, ഒന്ന് ക്രഷ് ചെയ്ത്. ഇതിന് തന്നെ വെന്ത് കിട്ടണം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അധികം വേവിക്കാനുണ്ടാവില്ല. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയുള്ളൂ. ചിക്കൻ പാകത്തെ വേവായിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലേക്ക് മാറ്റാം. ഇതിലുള്ള വെള്ളമൊക്കെ പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പയിലേക്ക് മാറ്റി വെക്കുന്നത്. ഇനി ഈ വെള്ളത്തിലേക്ക് ഒരു ഡ്രൈ ലെമണും 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലെമൺ കട്ട് ചെയ്യണ്ട, ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. സെല്ലയുടെ ബസ്മതി റൈസാണ് ഞാനിതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇത് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെക്കാം. ഒരു വിസിൽ വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോഴേക്കും റൈസ് വെന്തിട്ടുണ്ടാവും. ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം.
ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മൾ ചിക്കനിൽ ആദ്യം ചേർത്തതാണ്, അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താലും മതി. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അറബിക് മസാല പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇതാണ് അറബിക് മസാല പൗഡർ. 1 ടീസ്പൂൺ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അറബിക് മസാല പൗഡർ എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കുക എന്നുള്ള റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് വേണമെന്നുള്ളവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഇനി ഈ മസാല ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഈ മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് വെച്ചാൽ മതി. കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. ചിക്കനൊക്കെ ആൾറെഡി വെന്തതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇതിൽ പകുതി മുങ്ങി നിൽക്കാനുള്ള അത്ര ഓയിൽ വേണം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് വെന്ത ചിക്കൻ ആയതുകൊണ്ട് ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് ചിക്കൻ കോരി മാറ്റാം. ഈ റൈസ് 2 തരത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടും ഫ്രൈ ചെയ്യാതെയും ഉണ്ടാക്കാം. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വേവിച്ച വെള്ളത്തിൽ നിന്നും ചിക്കൻ കോരി മാറ്റിയെടുത്തത്. ചിക്കൻ ഫ്രൈ ചെയ്യാതെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ചിക്കനോടൊപ്പം തന്നെ റൈസും ചേർത്ത് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബുഖാരി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള റൈസാണിത്. ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.